കരിങ്ങാലി വെള്ളം, ജീരക വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾ സമ്മർ സീസണിലല്ലേ, വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെള്ളം എന്നുള്ളത് ഞെരിഞ്ഞിലിൻ്റെ വെള്ളമാണ്. ഞെരിഞ്ഞിൽ പൊടി രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കായയുടെ രൂപത്തിലോ, മുള്ളു പോലെയുള്ള കായയുടെ രൂപത്തിലോ നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. കായയുടെ രൂപത്തിലാണ് ലഭിക്കുന്നതെങ്കിൽ ചതച്ചിട്ടോ പൊടിച്ചിട്ടോ നമുക്ക് വെള്ളം വെന്തെടുക്കാം. അതുപോലെ തന്നെ പൊടിയായിട്ട് ലഭിക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ പൊടി ഒരു വീട്ടിലെ ആൾക്കാർക്ക് കുടിക്കാനുള്ള വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെക്കാം എന്നുള്ളതാണ്. അത് അരിക്കൊന്നും വേണ്ട, അത് കഴിക്കാം. അതുപോലെ തന്നെ ബാർലി അരി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാർലി പൊടി ഉപയോഗിച്ചോ നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ്. മല്ലി വെള്ളം സമ്മർ സീസണിൽ വളരെ നല്ലതാണ്. രാമച്ചത്തിൻ്റെ വേര് വെച്ചിട്ട് തിളപ്പിച്ച് ഉണ്ടാക്കിയ വെള്ളം കഴിക്കുന്നത് ശരീരത്തിൻ്റെ ചൂടും അമിതമായ വിയർപ്പും ദുർഗന്ധവും ഒക്കെ അകറ്റാൻ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക അല്ലെങ്കിൽ വെള്ളം മിക്കവാറും സമ്മർ സീസണിൽ നമ്മൾ അധികം വെള്ളം കുടിച്ചില്ലെങ്കിൽ മൂത്ര സംബന്ധമായ അസുഖങ്ങളായിരിക്കും വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ കൂടെ തന്നെ തഴുതാമയുടെ വെള്ളവും കുടിക്കുന്നത് മൂത്രത്തിൽ കല്ല് വരാതിരിക്കാനും എല്ലാം നല്ലതാണ്. അതുപോലെ കല്ലൂർ വഞ്ചി എന്ന് പറയുന്ന ചെടിയുടെ പൊടി കിട്ടും. അപ്പോൾ ആ പൊടി, കല്ലൂർ വഞ്ചി പൊടി ഉപയോഗിച്ചിട്ടും വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്.